നിന്നോട് ആരാ ലോ വേസ്റ്റ് പാൻറ് ഇടാൻ പറഞ്ഞ? 2 പല്ല് ഇവിടെ, 2 പല്ല് മേളില്. ഇറങ്ങ ഹലോ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ആര്യ പാർവതി. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ എന്താ പറയുക, വീഡിയോ എടുത്ത് തുടങ്ങിയ സമയത്താണ് ഇവിടെ പ്രകാരം വന്നത്. അപ്പോൾ അതുകൊണ്ട് ഡീറ്റെയിലായിട്ടൊന്നും എനിക്ക് പറയാനായിട്ട് സാധിച്ചിട്ടില്ല. ഞാൻ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു. ഓൾ ഓഫ് ദി സഡൻ ഒരു 10-15 മിനിറ്റിനുള്ളിൽ പ്ലാൻ ചെയ്തു ഇറങ്ങി. അപ്പോൾ പെട്ടെന്നാണ് നമ്മൾ നാട്ടിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. ഒരു പ്ലാനും ഉണ്ടായിരുന്നില്ല. എത്രയും പെട്ടെന്ന് ഒന്ന് വീട്ടിലേക്ക് എത്തണമെന്ന് പെട്ടെന്നൊരു മനസ്സിലൊരു തോന്നൽ വന്നു. പെട്ടെന്ന് കോളേജിൽ നിന്നും പറഞ്ഞു, നിങ്ങൾക്ക് ക്ലാസ് ഇല്ല നാളെ, ടീച്ചേഴ്സ് ആരും ഇല്ല, എല്ലാവരും വെക്കേഷനായിട്ട് നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നാട്ടിലേക്ക് പോവാം. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഒരു ബസ്, എൻ്റെ ഭാഗ്യം കൊണ്ട് ഒരു ബസ് ബാക്കിയുണ്ടായിരുന്നു. അങ്ങനെ ആ ബസ്സിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് ഞാൻ നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കലാസിപ്പാളയത്തു നിന്നാണ് നമുക്ക് ബസ് ഉണ്ടായിരുന്നത്. പക്ഷേ അവിടുന്ന് ആ ബസ് അവർക്ക് എന്തോ പണി നടക്കുന്നത് കൊണ്ട് മടിവാലയിൽ നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ബഹളമാണ്. എനിക്ക് മൈക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. അത്രയ്ക്ക് ധൃതിയിലാണ് ഞാൻ ഇറങ്ങിയത്. കോളേജിൽ പോയ അതേ ഡ്രസ്സിലാണ്. ബാഗ് പിന്നെ ഓൾറെഡി ഞാൻ പെട്ടെന്ന് വീട്ടിലൊക്കെ എടുത്ത് വെച്ച് ഞാൻ പാക്ക് ചെയ്ത് ഞാൻ പോവാണ്. ഇനി ന്യൂ ഇയർ കഴിഞ്ഞ് തിരിച്ചു വരുള്ളൂ. അപ്പോൾ അതുവരെ പാലൂർ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് വീഡിയോ എടുക്കും, കാരണം നമുക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. ഇനി അത് വേണ്ട എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പോക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് സന്തോഷമാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമുക്ക് ഒരു സർപ്രൈസ് അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ നമ്മൾ അച്ഛനും അമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അവർ സർപ്രൈസ് ആവുമോ അതോ എന്നെ തല്ലിക്കൊല്ലുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം ദുബായിൽ നിന്നും അമേരിക്കയിൽ നിന്നും വരുന്ന മകളൊന്നും അല്ലല്ലോ, എല്ലാ മാസം കൂടുമ്പോൾ നാട്ടിൽ വരുന്ന മോളല്ലേ. അപ്പോൾ വലിയ സന്തോഷമൊന്നും കാണുന്നില്ല. പക്ഷെ ഞാൻ പറയാതെ വരുന്നില്ല. ചീത്ത പറയുകയാണെങ്കിൽ ചീത്ത പറയുന്നത് സന്തോഷം, ഈ സന്തോഷം അത് നിങ്ങളും കൂടെ ഒന്ന് കണ്ടിരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇനി പറയാതെ വന്നതിന് ചീത്ത വ്ളോഗ് നമ്മളോ ചിലപ്പോൾ പറഞ്ഞില്ലെങ്കിലോ. അപ്പോൾ എൻ്റെ ബുദ്ധിയാണ് വ്ളോഗ് എടുക്കാന്നുള്ളത്. അപ്പോൾ എന്താ പറയുക, കാലൂനെ കാണാം, നമുക്ക് അടിച്ച് പൊളിക്കാം ഇനി അങ്ങോട്ട്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു അത്യാവശ്യ കാര്യത്തിനാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ലീവ് കിട്ടിയപ്പോൾ പിന്നെ അതൊരു സാഹചര്യമായിട്ട് കുറച്ചുകൂടെ നേരത്തെ ഞാൻ പോവുകയാണ്. അതെന്താ കാര്യം എന്നൊക്കെ ഉള്ളത് വഴിയെ നിങ്ങളുടെ അടുത്ത് പറയാൻ ഒരു സർപ്രൈസാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ സമയം പോലെ വഴിയെ ഞാൻ എല്ലാം പറയാം. എന്താണ് കാര്യങ്ങൾ നടന്നാൽ ഞാൻ അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും. നടന്നില്ലെങ്കിൽ അത് അങ്ങനെ പോട്ടെ. എന്തായാലും അതുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതൊക്കെ നടക്കുവാണെങ്കിൽ നിങ്ങളോട് പറയാം, അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ പോട്ടെ അല്ലേ. അപ്പോൾ എന്തായാലും ഞാൻ പൊക്കോണ്ടിരിക്കുകയാണ്. 7:50-ക്കാണ് മടിവാലിക്ക് ബസ് വരുന്നത്. പക്ഷേ 6:30 ആകുമ്പോഴത്തേക്കും ചേട്ടൻ്റെ ഓവർ കോൺഫിഡൻസ്. ആ ചേട്ടൻ എന്നിട്ട് വരാൻ പറ്റിയ പാട്. എന്തായാലും നമുക്ക് പോവാം. പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു 6:45, 6:45 ആയപ്പോഴത്തേക്കും ഞാൻ അറ്റ്ലസ് ഏജൻസിയിലെത്തി. തൊട്ട് മുമ്പ് എൻ്റെ ഫോണൊക്കെ ഓട്ടോയും താഴെ പോയി ഞാൻ ചാർജർ എടുക്കാൻ മറന്നുപോയി. എൻ്റെ വിഷമത്തിലാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. എങ്ങനെയും എത്തി. അപ്പോൾ ഇപ്പം ഞാൻ കോളിൽ അച്ഛനാണ് കേട്ടോ. എനിക്ക് അച്ഛൻ്റെ അടുത്ത് കള്ളം പറയാനും അറിയുന്നൂടെ ഞാൻ എവിടെയാണെന്നൊക്കെ ഉള്ളത്. ഞാൻ മാക്സിമം സൗണ്ടില്ലാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ എവിടെയാണെന്ന് ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി ഇരുന്നു, കിടന്നു. നോൺ AC ബസ്സാണ്, വേറെ ഒന്നുമില്ലായിരുന്നു. ബസ് 899 ആണ് സീറ്റർ. 1158 ആണ് സ്ലീപ്പറിന്. ഞങ്ങൾക്ക് ഏറ്റവും ബാക്കിലെ സീറ്റാണ്. ഒരൊറ്റ സീറ്റ് അവൈലബിൾ ആയിരുന്നു, അതാണ് കിട്ടിയത്. ദുരന്തമാണ്. അപ്പം ഞാനിങ്ങനെ കിടക്കുകയാണ്. എനിക്ക് അപ്പുറത്തെ ബസ് കാണുമ്പോൾ സങ്കടം വരും. ഞാൻ കാണിച്ചിരട്ടെ. കുഴപ്പമില്ല. എനിക്കിങ്ങനെ പോകുന്ന വഴിക്ക് എന്താ പറയുക, ഇങ്ങനെ കാറ്റടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രശ്നമായി. എത്തിക്കഴിയുമ്പോഴത്തേക്കും എന്താവുമെന്നൊന്നും എനിക്കൊന്നും അറിയത്തില്ല. പിന്നൊരു കാര്യം, അച്ഛൻ വിളിച്ചില്ലേ നേരത്തെ, അതിങ്ങനെ കോള് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. ഇങ്ങനെ ഇന്ന് അവിടെ ഉണ്ടായ വിശേഷവും കാര്യങ്ങളൊക്കെ അച്ഛൻ എല്ലാ ദിവസവും വിളിച്ചിങ്ങനെ പറയും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അച്ഛൻ എന്നെ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചേട്ടൻ, ഞാൻ ഫോൺ കട്ട് ചെയ്തിരുന്നു. കയറാൻ നേരത്ത് ഇവർക്ക് സീറ്റ് നമ്പറൊക്കെ പറയണമല്ലോ. അപ്പോൾ സീറ്റ് നമ്പർ പറയാൻ വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ തന്നെ അച്ഛന് ചെറിയ ഡൗട്ടാകും തോന്നുന്നു. പക്ഷെ ഞാൻ പിടിക്കപ്പെട്ടില്ല. പക്ഷേ ഞാൻ കുറച്ചൊന്നും എനിക്ക് പിടിച്ച പോലെയൊക്കെ ഉണ്ട്. അപ്പോൾ അച്ഛന് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു. കാരണം ഇതിനകത്ത് കയറിയിട്ട് മറ്റേ വന്നിട്ട് എൻ്റെ അടുത്ത് ആരാധ്യ പാർവതി അല്ലേ, ആരാധ്യ പാർവതി അല്ല,
ഭാര്യാഭാരത്തിൽ പറഞ്ഞപ്പോൾ ആ ചേട്ടൻ സോറി എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും കൂടെ ചിരിയാ. അപ്പോഴാണ് ഞാൻ അച്ഛനായിട്ട് കോളിലിരിക്കുമ്പോഴാണ് അത് നടന്നത്. അപ്പം എനിക്ക് പിടിക്കപ്പെട്ട അച്ഛൻ എന്താടി, ഞാൻ നേരത്തെ എന്താ ഫോൺ കട്ട് ചെയ്തതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ അപ്പുറത്തുള്ള എൻ്റെ ഫ്രണ്ട്സ് പച്ചക്കറി വാങ്ങിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് എൻ്റെ റൂമിലാണ് പച്ചക്കറി വെക്കുന്നത്. അപ്പോൾ എടുക്കാൻ വന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ കട്ട് ചെയ്തത്. അപ്പോൾ എന്താ ആമ്പിള്ളാരുടെ ശബ്ദമൊക്കെ അവിടെ, കാരണം ഞാൻ റൂമിനകത്ത് തന്നെയാണല്ലോ, പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ. ഞാൻ പറയേണ്ടി വന്ന അച്ഛനോട്, അച്ഛൻ ഞാൻ കയറി, നാളെ കയറുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇന്ന് കയറി അച്ഛന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചു. നമുക്ക് അമ്മയോട് പറയരുതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛന് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാൻ അറിയില്ല, എന്നെ പോലെ തന്നെയാണ് അച്ഛൻ. സർപ്രൈസ് എന്ന് പറഞ്ഞാൽ സർപ്രൈസ് ഉണ്ട് കേട്ടോ നിനക്ക് എന്നാ കാണിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ. അപ്പോൾ സർപ്രൈസ് കൊടുക്കാൻ അച്ഛനും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. എന്തായാലും എൻ്റെത് പൊളിഞ്ഞു, പക്ഷെ അമ്മയുടെ അച്ഛൻ പറയത്തില്ല. അമ്മ ഞെട്ടും. പാലു പിന്നെ എന്ത് ഞെട്ടാൻ, ചെന്ന് കഴിയുമ്പോഴിങ്ങനെ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പം അമ്മ ഞെട്ടുമോ നമുക്ക് നോക്കാം. അമ്മ ഞെട്ടാൻ ചിലപ്പോൾ ചീത്ത പറയും, പറയാതെ വന്നതിന്. എന്തായാലും ഒരു സർപ്രൈസ് എങ്കിലും അവിടെ ഇരിക്കട്ടെ അല്ലേ. നമുക്കെന്തായാലും സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയിട്ട് വരാം. വണ്ടി എടുത്തിട്ടില്ല ഞാൻ. ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല, ഞാനിവിടെ എപ്പോൾ വന്നാന്നറിയോ? ഞാനിവിടെ 6:15 വന്നു. ഇപ്പോൾ 8 മണിയായി. 8 മണി വരെ ഞാനിവിടെ ഇരുന്നു. ഞാൻ വാഷ്റൂമിലൊക്കെ പോയിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് കിടക്കുകയാണ് ഞാൻ. അപ്പോൾ തൃപ്പൂണിത്തുറയിൽ വന്ന് നമ്മൾ ബസ് ഇറങ്ങി. വെളുപ്പിന് 5:45 ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് നടക്കാനുള്ളതേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങോട്ട് നടക്കുവാണ്. കാരണം എൻ്റെ മറ്റേ റിയൽമി, ഞാൻ നോർമലി കോളിങ്ങിന് ഉപയോഗിക്കുന്ന ഫോണ് ഓഫായി. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ചാർജർ ഞാൻ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാൻ മറന്നു. അപ്പോൾ എന്തായാലും ഞാൻ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ നടക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് നമ്മുടെ പൂർണ്ണത്രേശ്വരി അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്താറായി. അവിടുന്ന് ദേവി ഹോസ്പിറ്റൽ വഴി കയറി വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇനി പൈസ എടുക്കാൻ വീട്ടിൽ നിന്ന് വിളിപ്പിക്കണ്ടല്ലോ, അതുകൊണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പൂർണ്ണത്രേശ്വരി അമ്പലം. അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ അതിലെയാണ് നടന്നു പോണേ കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഒന്നും പറയണ്ട. പള്ളിയുടെ അവിടെ നിന്ന് കഴിക്കുന്നില്ല. അപ്പോൾ പള്ളിയുടെ അവിടെ നിന്ന് ഞാൻ വേഗം ഓടി ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ എനിക്ക് ഷൂസ് മുട്ടിയപ്പോൾ ഞാൻ ബാഗൊക്കെ വലിച്ചെറിഞ്ഞ് അച്ഛൻ വന്നേ. പക്ഷേ ഈ അച്ഛന് ഞാൻ പറഞ്ഞില്ലേ, അച്ഛന് അറിയാമായിരുന്നു. അച്ഛൻ ഇന്നലെ പിടിച്ചില്ല ഞാൻ പറഞ്ഞ കാര്യം. ഗുഡ് മോർണിംഗ്. പക്ഷെ സർപ്രൈസ് ഒന്ന് അഭിനയിക്കായിരുന്നു അച്ഛന് ഞാൻ വന്നപ്പോൾ. പക്ഷെ പതിവില്ലാതെ അച്ഛൻ ഷർട്ടൊക്കെ ഇട്ട് അവിടെ വന്ന്. അപ്പോൾ നമ്മൾ വന്നു. കോവിഡൊക്കെ അല്ലേ. പാലുവിൻ്റെ അടുത്ത് ഇപ്പോഴേ പോകണ്ട. അമ്മ എണീറ്റ് കിടപ്പുണ്ട് അവിടെ. എഴുന്നേറ്റ അമ്മ? അത് ഉറങ്ങണം. ക്ലാസ് ഉണ്ട്. 3:30 എണീറ്റോ? ഞാൻ പോയി കുളിച്ചട്ടെ. അവിടെ തൊട വരെ നടന്നു വന്ന് പിടിക്കല്ലേ. ശരി, ഓക്കെ, ബൈ. ഹലോ. വാ നിറയെ പല്ലാണല്ലോ. പല ഓർഡറിലൊന്നും അല്ലല്ലോ പല്ല് ഇരിക്കുന്നത്. ഇപ്പൊ എടുക്കാൻ പറ്റില്ല ചേച്ചിക്ക്. ചേച്ചി കുളിച്ചണം. കുളിച്ചിട്ട് വന്നിട്ട് എടുക്കാട്ടാ. ഹലോ. അപ്പോൾ എവിടെ പോയിട്ട് ബാംഗ്ലൂരൊക്കെ പഠിക്കാൻ പോയതിന് ശേഷം വീട്ടിൽ വന്ന എപ്പോഴും കുളിച്ചിട്ടേ പാലുവിനെ എടുക്കാറുള്ളൂ. അതിന് മുമ്പുമാണെങ്കിലും എവിടെയെങ്കിലും പഠിക്കാൻ പോയിട്ടൊക്കെ വന്നാലും മേല് കഴുകാതെ പച്ച വെള്ളം പോലും എനിക്ക് എൻ്റെ അമ്മ തരാറില്ല. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ വീട്ടിൽ നിർബന്ധമാണ്. അതായത് അച്ഛന്, അമ്മയെക്കാളും നിർബന്ധം അച്ഛനാണ്. അച്ഛനിങ്ങനെ നമ്മളിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, ആരെയും വിളക്ക് കത്തിക്കണില്ലേ എണീക്ക്. അതിനുവേണ്ടി മാത്രം അച്ഛൻ നമ്മളെ വിളിച്ചുണർത്ത് വരെ ചെയ്യാറുണ്ട്. പക്ഷേ ഇതതുകൊണ്ടല്ല, നമ്മൾ ചെയ്യാറുണ്ട്.
എല്ലാ ദിവസവും വീട്ടിൽ രാവിലെ വൈകുന്നേരം വിളക്ക് കത്തിക്കും. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഇത് വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല, പക്ഷേ അച്ഛന് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛനിങ്ങനെ കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കും, ആരെയും എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നീ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അച്ഛൻ എൻ്റെ ഈ വിളക്ക് കത്തിച്ചപ്പോഴത്തേക്കും വീഡിയോ എടുത്താണ്. നമ്മളെല്ലാ ദിവസവും ഞങ്ങൾ വീഡിയോ വിളക്ക് കത്തിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ അച്ഛൻ എനിക്ക് വീഡിയോ എടുത്തു തന്നതാണ്. അപ്പോൾ അച്ഛൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് എനിക്കറിയാം എന്തെങ്കിലുമൊക്കെ എൻ്റെ ഫോണിൽ ഇതുപോലത്തെ ക്ലിപ്പിങ്സ് ഉണ്ടാവുന്നു. അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും ഇതും കൂടെ കണ്ടപ്പോൾ അച്ഛൻ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എനിക്ക് എടുത്തു തന്നതല്ലേ, അപ്പോൾ അത് മുടക്കാൻ പാടില്ല. അതാണ് ദേവി ഹോസ്പിറ്റൽ, ഇതാണ് ഞങ്ങളുടെ പരിസരം. എനിക്ക് വളരെ ഇഷ്ടമുള്ള സ്ഥലമാണ്. എൻ്റെ വൈക്കം കഴിഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട സ്ഥലമാണ് ഇത്. ഞങ്ങളുടെ കുറേ കിട്ടിയ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഇതൊക്കെ എടുത്തിട്ടുണ്ട് ശങ്കരൻകുട്ടി. ഇത് വേറൊന്നുമല്ല, എനിക്ക് തുളസിമാലയുണ്ട്. തുളസിമാലയിൽ ഞാൻ എൻ്റെ നാമം ചൊല്ലുന്നതാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. തുളസിമാലയിൽ അതെൻ്റെ ഒരു വിശ്വാസങ്ങളാണ്. അപ്പോൾ അതൊക്കെ ചൊല്ലി ഞാൻ അവിടെ ഇരിക്കുകയാണ്. കഴിഞ്ഞിട്ടാണ് ഞാൻ എണീറ്റ് വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നാമം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും പാലു ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് അവിടേക്ക് ഇങ്ങനെ വിളക്ക് കത്തിച്ച് അങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു പാലു. അപ്പോൾ പാലുവിൻ്റെ പിരികം കണ്ട അമ്മയുടെ അതേ പിരികം, കൂർത്ത പിരികം ലെഫ്റ്റ്. അപ്പോൾ ഇതാ രണ്ടുപേരും കൂടെ സെൽഫി വീഡിയോ ഒക്കെ എടുത്തിട്ട് പാലുവിന് ഈ ഡോറിൻ്റെ അവിടെ എത്തുമ്പം നിങ്ങൾ സെൽഫി വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണോ? നല്ല കണ്ണെഴുതിയല്ലേ? പല്ലൊക്കെ വന്ന് നോക്കട്ടെ. എന്റെ പാലിത് എന്നതാടാ, പാ നിറയെ പല്ല. ഈ മേളത്തെ പല്ല് നോക്ക്, ആറ്റിറ്റ്യൂഡൊക്കെ വന്നിട്ടുണ്ട് ഇച്ചിരി. അതൊക്കെ എനിക്ക് മാറ്റാൻ അറിയാം. എന്നോട് ആരാ ലോ വേസ്റ്റ് പാൻറ് ഇടാൻ പറഞ്ഞത്? ഇത് ഏതുടുപ്പാച്ച? എന്നതാ പല മൂക്കിലൊക്കെ കണ്ണൊക്കെ നോക്കും. പല്ല് കളിച്ച പല്ല് രണ്ട് പല്ല് ഇവിടെ, രണ്ട് പല്ല് മേളില്, ഇവിടെ 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 അമ്മ അടിയിൽ വന്നിട്ട് പല്ല്. അടിയിലാണോ വേറെ വന്നത്? വേറെ ഇല്ലല്ലോ, പൊട്ടിയിട്ടുണ്ട്. വേറുണ്ട്. ചിരിയാണേ മീൻ, ഞങ്ങളുടെ ഈ ചിരിയാണേ മീൻ. നമുക്ക് അമ്മേടെ അടുത്ത് പോവാം. ഹായ് അമ്മ. അമ്മ എന്താ കത്തിക്കണേ? അപ്പോൾ ഇവിടെ ആരും വലിയ സർപ്രൈസ് ഒന്നുമില്ല. കാരണം അച്ഛൻ ഇന്നലെ എങ്ങനെയോ ഞാൻ ബസ്സുകാരനോട് പേര് പറഞ്ഞപ്പോൾ പിടിച്ച്. അമ്മയ്ക്ക് പിന്നെ വരുന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ ഇന്ന് വരുന്ന അറിയില്ലായിരുന്നല്ലേ. അമ്മയ്ക്ക് ജലദോഷമായോണ്ട് കേട്ടോ അധികം മിണ്ടാത്തെ. അപ്പൊ ഇനി അങ്ങോട്ട് കുളിച്ചിട്ട് വന്നിട്ട് അമ്മ മിണ്ടു കേട്ടോ. ഹരേ കൃഷ്ണ. തുടങ്ങി എനിക്ക് ഞാനും വന്നപ്പോൾ ഒരു തുമ്മണതാ. ക്ലൈമറ്റിന്റെ ഭയങ്കര പ്രശ്നമാണ്. ബാംഗ്ലൂർ ഭയങ്കര തണുപ്പല്ലേ. അച്ഛൻ അതൊന്ന് കാണിച്ചു കൊടുത്ത്. പൂർണ്ണത്രേശ്യ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ ഉത്സവത്തിന്. ഇപ്പത്തെ തീപ്പെട്ടി ഓടി കണ്ണിലെങ്ങാനും പോയാൽ ഇതാണ് ഞങ്ങളുടെ വീടിന്റെ മച്ച്. എന്താ സുഗന്ധം, വീടിന് സുഗന്ധം പരത്തട്ടെ. ഞാനൊന്ന് പോയിട്ട് വരൂ, എൻ്റെ പുറകെ വരൂ. എൻ്റെ പുറകെ കിടക്ക്. പോകാ പോകാ പോകാ. ഇതെല്ലാ ദിവസവും ഞങ്ങൾ ഇവിടെ വീട്ടിൽ അമ്മ ചെയ്യണം കേട്ടോ. വീഡിയോ എടുക്കണമെന്ന് മാത്രമല്ല, ഞങ്ങൾ അങ്ങനെ വിചാരിക്കുന്നു.
ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ സുഗന്ധം. ഈ വഴി തൃപ്പൂണിത്തുറ ദേവി ഹോസ്പിറ്റലിലെ ബാക്കി വന്നാൽ മണത്തിട്ട് പോവാം. ഗുരുവായൂരപ്പനും മണക്കാം. താഴത്തെ ചേച്ചിയുടെ വീട് പോണോ? ഗുഡ് മോർണിംഗ് ഫ്രം തൃപ്പൂണിത്തുറ. എൻ്റെ ആൾക്കാർ ജോഗിങ്ങിന് പോകണം കേട്ടോ. പാല അച്ഛനോടും പോകാൻ പറ, വയറൊക്കെ കുറയ്ക്കാനായിട്ട് ഇത് നടക്കാൻ പോകാൻ പറ. നല്ല മണമല്ലേ പാല്? ഇവിടെ നോക്കുക. സർഗത്തിലെ പാട്ട് പറയും. സർഗത്തിലെ പാട്ട് ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും. ദൈവം സഹായിച്ച അത്ര അറിയൂ, എനിക്ക് പാട്ട് അറിയില്ല. പിന്നെ തുടങ്ങി ഞാൻ. ആച്ചു ബാലു കൊട്ടി 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 കിടി. ഒരു അടിയുള്ളൂ, അടി കിട്ടും. കൊട്ടി കൊട്ടി കൊട്ട് കൊട്ട് കൈ കൊട്ട്. പാലം എങ്ങനെയാ ചമ്പ്രം പടിഞ്ഞിരിക്കുക? അതിങ്ങനെ കൊട്ടും. കളി മടക്കി വെക്കും, ചമ്പ്രം പടിഞ്ഞ്. ഇനി എനിക്ക് അപ്പോൾ നമ്മുടെ കയ്യിൽ അമ്പലപ്പുഴയിലെ നമ്മുടെ കൃഷ്ണന് തൊട്ട് മറ്റേ കല്ലിൽ വെച്ച തിലകവും എല്ലാം ഗുരുവായൂരപ്പൻ്റെയും കളഭവും ഒക്കെ ഇരിക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ അമ്മ രാവിലെ, ഞാൻ എപ്പോൾ അവിടെ ചെന്നാലും അമ്മ എനിക്ക് തിലകം തൊട്ട് തരും. അമ്മയായിരിക്കും ഞാൻ എനിക്കും പാലുവിനും തൊട്ട് തരിക. പാലും അവിടെ മുരളി കേട്ടോണ്ടിരിക്കുകയാണ്, ബ്രഹ്മകുമാരീസിൻ്റെ ക്ലാസ്സിൽ കേട്ടോണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അവളെ ശ്രദ്ധിപ്പിക്കാറുണ്ട്. അമ്മയും പാലുവും ബ്രഹ്മകുമാരീസിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, മുരളി കേൾക്കുന്ന ടൈമാണ് അമ്മയുടെ. ഹായ് അമ്മ, ഗുഡ് മോർണിംഗ്. അവർ മുരളി കേട്ടോണ്ടിരിക്കുക, അതാട്ടോ. കേൾക്കണ കണ്ടോ? കേട്ടോ കേട്ടോ, മുരളി കേക്ക്.
അപ്പോൾ അച്ഛനും കുളിച്ച് കഴിഞ്ഞു. അച്ഛന് സ്ഥിരമായിട്ട് ഇതിങ്ങനെ കുളി കഴിഞ്ഞാൽ നേരെ തോർത്ത് കൊടുത്ത് അച്ഛൻ വന്നിട്ട് വിളക്ക് കത്തിക്കും, അല്ലെങ്കിൽ വിളക്ക് കത്തിച്ചിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. അമ്മ അപ്പോൾ ഇന്നലെ ഉരുളക്കിഴങ്ങിൻ്റെ എന്തോ കറിയോ എന്തോ വെച്ചപ്പോൾ ബാലൻസ് വന്നു അത്രേ. അപ്പോൾ അത് വെച്ചിട്ട് അമ്മ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ 3 പേർക്കായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ച് അമ്മ മസാല ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എന്താ പറയുക, നമ്മുടെ റെഡ് കളർ ചില്ലി ഫ്ലേക്സ് ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് നാൾക്ക് ശേഷം അത് കഴിച്ചത് കൊണ്ട് നമുക്ക് ഭയങ്കര ടേസ്റ്റ് തോന്നി. എനിക്ക് പാലു കണ്ടില്ലേ, പാലുവിൻ്റെ കാലെന്താ അങ്ങനെ പൊങ്ങി നിൽക്കണേന്ന് എനിക്കറിയത്തില്ല. എനിക്കത് കാണുമ്പോൾ ചിരി വരും. 2-3 പ്രാവശ്യം എടുത്ത് നോക്കായിരുന്നു. അപ്പം അമ്മ പ്ലേറ്റൊക്കെ ആയിട്ട് വന്നു. ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ നിന്നതാണ്. ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല, കാരണം എനിക്ക് അത്ര വിശപ്പായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ പ്ലേറ്റിലേക്ക് വെയിലത്ത് അങ്ങോട്ട് വെച്ച് കാണിക്കുകയാണ്. ഓ മുറുമുറ. അപ്പോൾ ഭയങ്കരമായിട്ട് വിശന്നപ്പോൾ ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ വെയിറ്റ് ചെയ്യണില്ല, ഞാൻ കഴിക്കുവാണ്. മറ്റേ ഇടിച്ച മുളകൊക്കെ ഉണ്ടല്ലേ, സൂപ്പർ. നെയ്യുടെ ടേസ്റ്റൊക്കെ അല്ല, എണ്ണയുടെ ടേസ്റ്റൊക്കെ അടിപൊളിയായിട്ടുണ്ട്. നെയ്യ് നിനക്ക് വലിയ ഇഷ്ടമില്ലല്ലോ. ഇറങ്ങ് പാലു, ചേച്ചി കൈവേടിക്കും. ചേച്ചി കൈവേടിക്കും. ഇറങ്ങി ഞങ്ങളെല്ലാവരും മസാല ദോശ കഴിച്ചു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് അച്ഛൻ അമ്പലത്തിൽ പോയിരിക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് പാലുവിന് അച്ഛന്റെ വീഡിയോ കഴിച്ചത് എടുക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അച്ഛനും കഴിച്ചു. അച്ഛൻ ഇഷ്ടപ്പെട്ടില്ലേ മസാല ദോശ? നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ മുളകിന്റെ പേരെന്താ? ചില്ലി ഫ്ലേക്സ്, അതായത് ഇടിച്ച മുളക്, വറ്റൽ മുളക്. വറ്റൽമുളകൊക്കെ ഇട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് പ്രത്യേക രീതിയിലാണ്, കാരണം അച്ഛൻ ആലുവയല്ലേ, അപ്പൊ ആ സൈഡിലേക്കുള്ള രീതിയിലാണ് അമ്മ ഭക്ഷണം വെക്കുക. അവർക്ക് ഇടിച്ചമുളക് കിട്ടല് കുറച്ച് കൂടുതലാണല്ലോ ഈ ആലുവ സൈഡിലേക്ക്, പരിപ്പ് കറിക്കും കിഴങ്ങ് കറിക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നല്ല ടേസ്റ്റ് ആയിരുന്നു. കഴിച്ച് ഒരാൾ ഇരുന്ന് ഉറങ്ങി തുടങ്ങി. അവൾക്ക് ദോശയും പഴവും അപ്പൊ പാലുവിന് ഭക്ഷണം കൊടുത്തു. ഞാനും അമ്മയും കൂടെയാണ് ഇപ്പൊ കൊടുത്തത്. പിന്നെ അപ്പൊ അത്രേ ഉള്ളൂ വീട്ടിൽ വന്ന വിശേഷം. ഇനി തുടർച്ചയായിട്ട് നമുക്ക് 3 ദിവസം കൂടുമ്പോഴത്തേക്ക് ഞാൻ വീഡിയോ ഇടുന്നതായിരിക്കും. വീക്കിലി ഇടുന്ന വീഡിയോസ് മാക്സിമം 3 days നമുക്ക് റെഗുലർ ആയിട്ട് ഇടാൻ നോക്കാം. ഞാൻ ന്യൂ ഇയർ വരെ വീട്ടിലുണ്ടാവും. മാക്സിമം നല്ല നല്ല മൊമെന്റ്സ് നമ്മൾ പുറത്ത് പോവാണെങ്കിലും കൂടുതൽ അകത്തിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരിക്കും. അപ്പൊ അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ അതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. അത് കുറച്ചുകൂടെ നമുക്ക് സന്തോഷമായിരിക്കും. ഓൾസോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ഫ്രം മീ ആൻഡ് പാലുക്കുട്ടി. താങ്ക് യു ഫോർ വാച്ചിങ്. പാലു, ആ പാലുവിനെ ഒന്ന് കാണിച്ചിട്ട് നിർത്തിക്കോ.